കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. അതായത് ഭൂസ്ഥിര ഉപഗ്രഹമുണ്ട്, സൗരസ്ഥിര ഉപഗ്രഹമുണ്ട്. ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറയുമ്പോൾ ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമല്ലോ, അതുപോലെ അതിൻ്റെ കൂടെ തന്നെ റൊട്ടേറ്റ് ചെയ്യും. സൗരസ്ഥിര ഉപഗ്രഹം എന്ന് പറയുമ്പോൾ ഈ പോൾസ് ഇല്ലേ, നോർത്ത് പോൾ സൗത്ത് പോൾ, ആ പോൾസ് വെച്ചിട്ട് അതിൻ്റെ ചുറ്റുമാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കും. ഓക്കെ, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ നല്ല ഹൈറ്റാണ്, 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഇരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇതൊരു സാറ്റലൈറ്റ് ആണെങ്കിൽ ഈ എർത്തിൻ്റെ സർഫസും സാറ്റലൈറ്റും തമ്മിൽ 36,000 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരും. അതായത് ഒരു വൈഡ് ഏരിയ കവർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ഏരിയ 1/3 ഭാഗം ഏകദേശം കവറാവും. ഒരുപാട് ഭാഗം കവറായി വരാൻ പറ്റും. ഭൂമിയുടെ ഭ്രമണവേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. അതായത് ഇപ്പോൾ ഇവിടെ ഇന്ത്യ ഇരിക്കുന്നു എന്ന് നമുക്ക് എക്സാമ്പിളിന് എടുക്കാം. അപ്പോൾ ഇന്ത്യ കറങ്ങി ഇവിടെ വരുമ്പോൾ ഈ സാറ്റലൈറ്റും ഇന്ത്യയുടെ ഒപ്പം തന്നെ കറങ്ങി ഇവിടെ വരും. മനസ്സിലായോ? എർത്ത് എങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നോ അതേ സ്പീഡിലാണ് സാറ്റലൈറ്റും റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്തെ അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. ഓക്കെ, ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നു എന്നുള്ള നമുക്കൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാൻ പറ്റും. ഇപ്പോൾ രണ്ട് വ്യക്തികൾ ഒരു ബൈക്കിൽ പോകുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എ എന്ന് പറയുന്നൊരു ആളും ബി എന്ന് പറയുന്ന ഒരാളും. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് നാട്ടിൻപുറത്തിലൊക്കെ ഈ റോഡിൻ്റെ നിയമങ്ങളൊന്നും അത്ര ഫോളോ ചെയ്യാറില്ല. അപ്പോൾ ഇവർ രണ്ട് ഫ്രണ്ട്സാണ്, പേരലായിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട് പോയി പരസ്പരം സംസാരിച്ച് പോകുന്നു എന്ന് വിചാരിച്ചു നോക്കും. അപ്പം പരസ്പരം സംസാരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ മനസ്സിൽ വിചാരിക്കണം. എന്നിട്ട് ഇത് നോക്കണം. അതായത് വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തുന്നു. അവർ തമ്മിൽ വാർത്താവിനിമയം നടത്തുകയാണ്. എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളെന്ന് ചോദിക്കുന്നു, ദിനാന്തരീക്ഷ സ്ഥിതി അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് ആലോചിച്ചാൽ കിട്ടും. അതായത് ഒരു പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് സഹായിക്കുന്നു. സ്ഥിരമാണ്, അത് പൊസിഷൻ മാറുന്നില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും ഈ കേസിൽ ഇരിക്കുന്ന ഈ രണ്ടുപേരും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ സ്പീഡിൽ പോകുന്നത് കൊണ്ട് രണ്ടുപേർക്കും പരസ്പരം തിരിഞ്ഞു നോക്കുമ്പോൾ ഫേസ് കാണാം. ഓക്കെ, മനസ്സിലായോ? ആ ഒരു ഇതിലെടുക്കണം. അപ്പോൾ വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാൻ പ്രയോജനപ്പെടുത്തുന്നു. എക്സാമ്പിൾ ഇൻസൈറ്റ് ഉപഗ്രഹം. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഭൂസ്ഥിര ഉപഗ്രഹത്തെ പറ്റിയാണ്. ഭൂസ്ഥിര ഉപഗ്രഹം എന്ന് പറയുമ്പോൾ ഭൂമി, എർത്ത് എന്ന് പറയുമല്ലേ, അപ്പോൾ ആ എർത്ത് വെച്ച് കണക്ട് ചെയ്യണം. ഇൻസൈറ്റ് ഉപഗ്രഹം ഭൂസ്ഥിര ഉപഗ്രഹമാണ്. ഓക്കെ, സൗരസ്ഥിരം നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.